ഇവിടെ കയറി വാടാ ഇങ്ങോട്ട്. ഇവിടെ ഒരു കാര്യം പറഞ്ഞാണല്ലോ അത് കേൾക്കാൻ പഠിക്കണം കേട്ടോ. ഒരു ജോലി ഏൽപ്പിച്ചാൽ അത് ചെയ്യാൻ പഠിക്കണം. ഞാൻ ഇവിടുത്തെ ഡോക്ടറാണോ? അതെ. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ആവശ്യപ്പെട്ടോ? എന്നെ കാര്യം? ഒരു ഏണി വേണം എത്ര നേരം കൊണ്ട് പറയുന്നത് ഏണി താന്ന്. നിങ്ങൾ ഡോക്ടറല്ല, തെങ്ങി കയറാമെന്നല്ലോ ഇവിടെ. എന്നോട് തമാശ പറഞ്ഞിട്ടുണ്ട്. കാലം വരെ ഞാൻ നെൽത്തടിക്കില്ല. നിന്നോടൊക്കെ പറയുന്നത് കേട്ടാ മതി, തിരിച്ചുകൂടെ പറയാൻ നിൽക്കണ്ട. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? നിങ്ങൾ മൃഗഡോക്ടറാണോ? ആ അതെ. പിന്നെ ഈ ഏണി എന്നാത്തിനാന്നേ? എടാ ഏണി കിട്ടിട്ട് കാര്യങ്ങളുണ്ടെന്ന്. ഈ പുള്ളി ഇപ്പൊ ലോക ഏണിയോ? എന്താ പ്രശ്നം? എന്റെ സാർ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് രണ്ടുപേർക്ക് വാ. പോയി ഏണി പിടിച്ച് പോ. തലമുടി ഇവിടെ പറഞ്ഞോളാം. ഇവിടെ ലോക ഏണിയോട്ടോ. ചെരിപ്പൂരി വേണ്ട എങ്കിൽ വരൂ. എന്നോട് കളിക്കാൻ പറഞ്ഞ. ഹലോ. ആകെ ഇത്ര നിങ്ങളുള്ളവൻ. എന്താ പ്രശ്നം? ചേട്ടാ എന്താണ് പ്രശ്നം? സംഭവം ഒരു ഏണി ആവശ്യമുണ്ട്. ഒരു 2 നില കെട്ടിടത്തിന്റെ വലിപ്പമുള്ള ഒരു ഏണി കിട്ടിയാൽ വളരെ ഉപകാരം. അയ്യോ, ചെറിയൊരു ഏണി അവിടെ ഉണ്ടല്ലോ. ചെറുത് വേണ്ട, ചെറുത് കിട്ടിയാൽ പറ്റത്തില്ല. 2 നിലയുള്ള ഏണിയൊക്കെ ഇത് ടെന്റ് കെട്ടിക്കഴിഞ്ഞാൽ അവര് കൊണ്ടുപോയി. പക്ഷെ ഏണിയില്ലാതെ പറ്റത്തില്ല. എന്തിനാ ഈ ഏണി? അത് ഇവിടുത്തെ ജിറാഫിനെ ഭയങ്കര ജലദോഷം. അപ്പൊ തുള്ളിമരുന്ന് നോക്കിനാ ഒഴിച്ചു കൊടുക്കണം. അത് ഏണിയില്ലാതെ പറ്റത്തില്ല. അതായി അതെ. എന്തെങ്കിലും ചെടിയോ എന്തെങ്കിലും ഇങ്ങനെ താഴെ കാണിച്ചു കഴിഞ്ഞാൽ അതിന്റെ മൂക്ക് ഇങ്ങനെ താഴെ വരുമല്ലോ. ആ സമയത്ത് ഇങ്ങനെ ഒഴിക്കരുതോ? ആ സമയത്ത് മൂക്കിനെ ഒഴിക്കാനോ? പറയുന്നത് കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഈ ജിറാഫിന് ഇതുപോലെ മൂക്കിൽ ഒഴിക്കാൻ വേണ്ടി ഇത് കുനിഞ്ഞു നിന്നപ്പോൾ ഞാൻ പെടലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഒഴിക്കാൻ വേണ്ടി നിന്നതാ. ഇതങ്ങ് നിവർന്നു. ഞാൻ മണ്ടയില്ലാത്ത എങ്ങനെ വെളി ഇരിക്കുന്നവർ ഇരിക്കുമല്ലോ. പിന്നെ 2 യൂണിറ്റ് ഫയർഫോഴ്സ് വന്ന എന്നെ നിലത്തിറത്തേക്ക് ഇറക്കിയത്. ഇവിടത്തെ എനിക്ക് സാഹസികത കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ. സത്യമാണോ ഈ പറയുന്നത്? ഇത് നമ്മുടെ സിനിമയിലൊക്കെ. നമസ്കാരം. ഞാൻ ഇവിടുത്തെ ഡോക്ടറാണ്, മൃഗഡോക്ടർ. അവിടുത്തെ മൃഗഡോക്ടർ എന്ന് മാത്രമല്ല, ഇപ്പൊ നമ്മുടെ സർക്കസിൽ ആർക്കെങ്കിലും ഒരു പനി ഉണ്ടെങ്കിൽ പുള്ളി കണ്ടുപിടിക്കും. അത് മനുഷ്യർക്കും പുള്ളി ചികിത്സിക്കും. പക്ഷേ മനുഷ്യരെ മൃഗത്തിന്. പിന്നെ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം വിദേശത്തൊക്കെ പോയി പഠിച്ചിട്ടുള്ള ലണ്ടൻ. പിന്നെ വടക്കേന്ത്യയില് ഞാൻ വടക്കേന്ത്യ ഭാഗത്തൊക്കെ. പിന്നെ ഇദ്ദേഹത്തിന്റെ വേറൊരു പ്രത്യേകത എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം മൃഗങ്ങളെ ചികിത്സിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ അതല്ല. പനി വന്നാലൊക്കെ ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം അതിനെ. അറിയാം. ചെറിയ തലവേദന പനി ഉള്ള പോലെ തോന്നുന്നല്ലോ. ഇല്ല, ഉണ്ടോ? ചെറിയൊരു ചൂടുണ്ടല്ലോ. ഒന്ന് നോക്കി. ഒന്ന് വാ വിളിച്ചേ. മിണ്ടരുത്. 10 മിനിറ്റ് മിണ്ടരുത്. ഞാൻ ആ കൊച്ചിനോട് മിണ്ടരുത്, സംസാരിക്കട്ടെ. ഞാൻ വിചാരിച്ചു ഇത്ര നേരം പനിയൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് എന്താ പറ്റിയെന്ന്. അടങ്ങി വളർന്നോളൂ. അതെ, അല്ലെങ്കിൽ എന്നെ പോലും ഒന്നും സംസാരിക്കാൻ സമ്മതിക്കാറില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങിക്കോളും. മാജിക് സർക്കസ് 1950 ഹൈദരാബാദ് എന്ന് പറഞ്ഞ് കംപ്ലീറ്റ് അരച്ചു കലക്കി പഠിച്ചിട്ട് വന്നേക്കാം. ഞാനിത് കണ്ടോണ്ടിരിക്കും. അതിലൊരു പണി കൊടുത്തത്. അതെ, ഞാനിങ്ങോട്ട് പോരുന്ന വഴിക്ക് അവിടെ ഒരു കരടി ഇങ്ങനെ ഇരിക്കുക. അതെന്താ പറ്റി? ഭയങ്കര പല്ലുവേദന അതിന്. അതെങ്ങനെ ചേട്ടന് മനസ്സിലായി? അതിന് ഇങ്ങനെ കാണിക്കുമല്ലോ. ഇങ്ങനെ കാണിക്കുമ്പോൾ അറിയാം പല്ലുവേദനയാണെന്നറിയാം. പല്ലുവേദന വന്നു കഴിഞ്ഞാൽ നല്ല പനി ഉണ്ടാകും. ഞാൻ ഉടനെ തന്നെ നന്നായിട്ട് പരിശോധിച്ചിട്ട് ഈ ഇരിക്കുന്ന തെർമോമീറ്റർ വായി വെച്ച് നോക്കിയപ്പോൾ 32 ഡിഗ്രി പനി. അതാണ് എന്റെ വായിൽ കൊണ്ടുവച്ചത്. തുപ്പിക്കളഞ്ഞു. എന്നാ പരിപാടി കാണിക്കുന്നത്? കഴുതപ്പലിക്ക് വെച്ച് കൊടുക്കാനുള്ള പനി കൊണ്ട് നോക്കാനുള്ളത്. അത് തുപ്പിക്കളഞ്ഞു. മൃഗങ്ങളുടെ വായി വെക്കുന്നതാണോ എന്റെ വായി കൊണ്ടുവയ്ക്കുന്നത്? അയ്യോ, ഇവിടുത്തെ മൃഗങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. എന്നും പല്ലും തെക്കും കുളിക്കുകയും ചെയ്യും. അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല. പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ല, ഇത് എന്തോ ഒരു സുഖമില്ലായ്മ പോലെ ഉണ്ടല്ലോ. ഒരു കുഴപ്പമില്ല. തലവേദന വല്ലോ? ഒരു പ്രശ്നമില്ല. അല്ല, തലവേദന ഉണ്ടോ ചോദിച്ചാൽ ഈ പുള്ളി കൊണ്ടാണോ ചോദിച്ചത്? ഇല്ല, എനിക്കൊരു പ്രശ്നമില്ല. പക്ഷെ കണ്ടിട്ടെന്തോ ഒരു പന്തികേട് പോലെ ഉണ്ട്. അല്ല, എനിക്കൊരു കുഴപ്പമില്ല. ഇല്ല. പക്ഷെ ഞാൻ പറഞ്ഞത് മറ്റൊന്നുമില്ല. ഒരു കാര്യം പറഞ്ഞത്, ഈ ദൈവത്തിനോടും ഡോക്ടറിനോടും സത്യം മാത്രമേ പറയാവൂ. കള്ളം പറയരുത്. എന്താ കള്ളം പറഞ്ഞാല്? അതിന് കഥയുണ്ട്. ഈ ദൈവത്തിനോട് കള്ളം പറഞ്ഞാൽ ദൈവം എന്ത് ചെയ്യുന്നറിയോ? നേരെ ഡോക്ടറിലേക്ക് പറഞ്ഞു വിടും. ഈ ഡോക്ടറിനോട് കള്ളം പറഞ്ഞാൽ ഡോക്ടർ എന്താ ചെയ്യുന്നത്? നമ്മളെ നേരെ ദൈവത്തിന് അടുക്കിലൊക്കെ പറഞ്ഞു വിടും. അതുകൊണ്ട് അവിടെ മാത്രം കള്ളം പറയരുത്. അതേ പറഞ്ഞത്. അപ്പോൾ ഈ അസുഖത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇവിടുത്തെ മൂർഖൻ പാമ്പിനെ ഇത് വല്ലാത്തൊരു അസുഖം. എന്താണെന്നറിയാമല്ലോ, ഉടനെ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നു. ഓപ്പറേഷനോ? അപ്പൊ വേദനിക്കില്ലേ? അല്ല, വേദനയ്ക്ക് നമ്മൾ മയക്കിട്ടില്ലേ ഇതിനെ ഓപ്പറേഷൻ ചെയ്യുന്നത്. അങ്ങനെ ഓപ്പറേഷൻ ചെയ്ത് പറഞ്ഞു വിട്ടു. മയക്കത്തിന്റെ പേര് പറയില്ല, എന്താണ്? അത് ചെയ്തപ്പോ അടിപൊളിയായിട്ട് ഓപ്പറേഷൻ ചെയ്ത് പറഞ്ഞു വിട്ടു. ഇന്നലെ ഞാൻ ഓഫീസിൽ ഇരിക്കുമ്പോൾ ഈ പാമ്പ് പോയിട്ട് വേറെ 5-6 പാമ്പായിട്ട് വന്നിരിക്കുക.
എന്നിട്ട് എന്നോട് പറയാ ഞങ്ങളെ മയക്കങ്കിള് ഞങ്ങളെ മയക്കങ്കിള നാക്ക് നീട്ടിക്കൊണ്ട് എൻ്റെ ഒരു വരവാ. എന്ത് സംഭവം? സംഭവം അറിയോ, ഇവന്മാരെല്ലാം മയക്കുമരുന്നിന് അടിമകളാന്നേ. അല്ല ചേട്ടാ, അതിന് പാമ്പ് മയക്കുമരുന്നൊക്കെ കഴിക്കോ? പിന്നെ മയക്കുമരുന്നോ, കള്ള, കഞ്ചാവ് എന്ന് വേണ്ട എല്ലാ ലഹരിയും ഇത് ഉപയോഗിക്കും. ആണോ? ആ എന്താ അതല്ല ഇങ്ങനെ കിടന്നാണെന്ന് ഇങ്ങനെ എന്നിട്ട് കൊത്താൻ പറ്റിങ്ങനെ അതിന് എങ്ങോട്ടേക്ക് വരണം? അങ്ങോട്ടേക്ക് കാണിച്ചൂടെ? പാമ്പ് കൊത്താൻ വന്നല്ലേ, കൊച്ചനെ എന്നെ പേടിച്ചു കൊടുത്തു. ഭയങ്കര പക്ഷെ പേടി. പാമ്പല്ലല്ലോ, മനുഷ്യനല്ല, അതാ പേടിച്ചത്. ഇതുപോലെ ഇത് പറഞ്ഞപ്പോഴാ ഞാൻ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇവിടെ സർക്കസ് ഇല്ലാത്ത സമയത്ത് നമ്മുടെ അടുത്ത് തോടിൻ്റെ കരയിൽ ഞാൻ ചെറിയൊരു പെഗ്ഗൊക്കെ എടുത്ത് വെച്ചു. കാരണം റിലാക്സ്, നല്ല കാറ്റ് അവിടെ, നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. അവിടെ നിന്ന് ഒരു പെഗ്ഗൊക്കെ അടിച്ചിട്ട് ചൂണ്ടയിട്ടുണ്ട്. ഒരു തവളയില്ല, കുഞ്ഞു തവളയിൽ ഇങ്ങനെ കോർത്തിട്ട് ചൂണ്ടയിട്ടുണ്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുക. ഒരു പെഗ് എടുത്ത് അടിക്കും, ഒത്തുന്നുണ്ടോ നോക്കി, ഇല്ല. വെച്ചിരിക്കുമ്പം ഒരു നീർക്കോലി അറിയാറ്, ഒരു പാമ്പ്, അറിയാം, അറിയാം. അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇടഞ്ഞിങ്ങനെ വന്നിട്ട് എന്നെ ഇങ്ങനെ ഇട്ട് വീഴും. ഇങ്ങനെ വെക്കുക. എനിക്ക് രോഗം മനസ്സിലായി. തവളെ പിടിക്കാൻ വന്ന ഞാനിട്ടിരിക്കുന്ന തവളെ കൊണ്ടുപോകാൻ വേണ്ടി വന്നിരിക്കുവോ അളിയൻ. തവള ഒരുപാടുണ്ടോ? അല്ലെന്ന്, ഞാൻ ചൂണ്ടക്കോർത്തിട്ടിരിക്കല്ലേ തവളെ. അതെ, അത് ഒരുപാടുണ്ടോ? ആ എൻ്റെ 2-3 ഉള്ളൂ. ആ. ഓ, ഞാൻ എന്ത് ചെയ്ത്, ഈ സ്മോൾ ഒരു അടപ്പിനകത്ത് ശാലം എടുത്തിട്ട് എൻ്റെ വായിലോട്ട് ഒഴിച്ചാൽ കൊടുത്തു. ആഹാ. പാമ്പിൻ്റെ പാമ്പ് ഇത് ഇങ്ങനെ കുടിച്ചിട്ട് മുങ്ങി ഒരു പോക്കങ്ങ് പോയി. ശല്യം തീർന്നുള്ള പറഞ്ഞ് ഇങ്ങനെ ഇരുന്നപ്പം തവളയില്ല, എനിക്ക് വേറെ ഇല്ലല്ലോ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ 10-15 പാമ്പുമായിട്ട് ഇങ്ങനെ വരുന്നു. അതിൻ്റെ ഓരോന്നിൻ്റെ വായിൽ ഓരോ തവള ഇങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് പറയാം, പറ്റുമെങ്കിൽ 2 പേർക്കൂടെ താസാരേന്നു. സത്യം സത്യം നടന്ന സംഭവം, ഇത് നടന്ന സംഭവം. വിശ്വസിക്കാൻ പറ്റല്ലേ? വിശ്വസിക്കാം. എന്നാ വിശ്വസിക്കുന്ന ഒരു കാര്യം പറയട്ടെ. ആ. ഇവിടുത്തെ പുലി പെറ്റായിരുന്നു, അറിഞ്ഞായിരുന്നോ? ഇല്ല. ആ പുലി പ്രസവിച്ചു, ഇവിടുത്തെ പുലി പ്രസവിച്ചു. പിന്നെ സുഖപ്രസവം, 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും. വളരെ സുഖമായിട്ടിരിക്കുകയാണ് പുലി. ഞാൻ വരുന്ന വഴിക്ക് പുലി ഒന്ന് കാണാൻ കയറി. ഒരു ചീറ്റ പുലി ഒരു ഒറ്റ വരവ് എൻ്റെ കയ്യിലോട്ട്. അന്നേരം എനിക്ക് മനസ്സിലായത്, എടാ ഇത് ശരിയല്ല, ഇത് കാണിച്ചത് ഞാൻ വളരെ തെറ്റാണല്ലോ എന്ന് വിചാരിച്ചു പോയത്. സാധാരണ പ്രസവം കഴിഞ്ഞാൽ നമ്മുടെ ബന്ധുക്കൾ പ്രസവിച്ച് കഴിഞ്ഞാൽ ഈ തള്ളയും കൊച്ചിനെ കാണാൻ പോകുമ്പോൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുപോകും. എൻ്റെ പൗഡറോ സോപ്പോ പൊട്ടോ ചീപ്പോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോകും. ഞാൻ ഈ പുലി പ്രസവിച്ച കുഞ്ഞുങ്ങളെ കാണാൻ ചെന്നിട്ട് ഇതൊന്നും ഇല്ലാതെ ചെന്നത്. ഇതിഷ്ടപ്പെട്ടില്ല, കയ്യിലൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് ചീറ്റൊരു വരവാ. ഭയങ്കര ദേഷ്യമായിപ്പോയി. എന്നാലും എൻ്റെ ഫോൺ എവിടെ പോയെന്നാ ഞാൻ ആലോചിക്കുന്നത്. ഫോൺ എവിടെ പോയി? ഫോണോ? എൻ്റെ ഫോൺ പോയിന്നേ. എങ്ങനെ? ഫോണ് ഞാൻ ചെയ്തോണ്ടിരുന്ന എൻ്റെ മറ്റേ ഇപ്പോൾ ഒരു പുതിയൊരു ആൾ വന്നിട്ടുണ്ടല്ലോ, എന്നെ പാപ്പാളി ഒരുത്ത് വന്നിട്ടുണ്ടല്ലോ. പാപ്പാളി, ആനെ നോക്കുന്ന മനെ പാപ്പാളി. അത് മലയാളികളെ പാപ്പാന്ന് പറയും. പക്ഷെ ഇവൻ ബംഗാളിയാ, അതുകൊണ്ട് ഇവനെ പാപ്പാളി എന്ന് വിളിക്കുന്നത്. ഇവനാള് ബംഗാളിയാ. സങ്കടം വരും ഇതൊക്കെ പറയുമ്പോ. അല്ല, എൻ്റെ പുതിയ ആപ്പിളിൻ്റെ ഫോൺ, ഈ ആപ്പിളിൻ്റെ ഫോൺ ഇവൻ എടുത്തോണ്ട് ഒരാനയുടെ മുമ്പിൽ ചെന്ന് സെൽഫി എടുത്തു. ആ മൃഗം വിചാരിച്ചത് പുതിയ ആപ്പിൾ ഐറ്റം എന്ന് പറഞ്ഞ് എടുത്തങ്ങ് വിഴുങ്ങുന്നു എൻ്റെ ഫോണ്. ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യുക. എന്തിനു വേണ്ടി വെയിറ്റ് ചെയ്യുന്നു? അത് വിണ്ടോടല്ലേ എൻ്റെ ഫോൺ കിട്ടത്തുള്ളൂ. കഷ്ടമാണ്. എടാ, ഇത് ഏടി ഒപ്പിക്കാൻ പറഞ്ഞ ഇവനൊക്കെ എവിടെ കിടക്കുന്നാടാ? ആ ജിറാവ് തുമ്മി മരിക്കുമല്ലോ.